പിള്ളേരെ, ഇതൊരു ചെറിയ കഥയാണെന്ന് എനിക്കറിയാം. ഇത് ആക്ച്വലി നിങ്ങൾക്കറിയാമോന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോന്ന് നിങ്ങൾക്കും അറിയില്ല. അതായത് 1 വർഷം മുമ്പ് ഞാനൊരു ചാനൽ തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ഒരുപാട് കഥകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറിച്ച് വെക്കുമായിരുന്നു. പക്ഷെ ചാനലും തുടങ്ങിയില്ല, ഒന്നും വർക്കൗട്ടും ആയില്ല. ഇങ്ങനെ ബുക്കിങ്ങനെ തപ്പി നോക്കിയപ്പോഴാണ് ഒരു കഥ ഇരിക്കുന്നത് കണ്ടത്. അത് ചെയ്യണം എനിക്ക് തോന്നിയിട്ടാണ് ഞാനിതിപ്പോ അപ്ലോഡ് ചെയ്യുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഇത് വർക്കൗട്ട് ആയോന്ന് എനിക്കറിയില്ല. അതുപോലെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത് പ്ലീസ്. പോരാത്തതിന് എന്റെ സൗണ്ടും പോയിരിക്കും. അതുകൊണ്ട് ഡബിങ് ക്ലിയർ ആയോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് ശരിയാക്കാം, ഓക്കെ? പിന്നെ കമന്റ് ഇടാതെ ആരും പോവരുത്. നിങ്ങളുടെ അഭിപ്രായത്തിലൂടെയാണ് എന്റെ കഥ എത്രത്തോളം നന്നായിരുന്നു, അതിന് എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് എനിക്ക് അറിയാൻ പറ്റും. സോ കമന്റ് ഇടാം. പിന്നെ കഥയെ മാത്രം കാണാം. ഇതെന്റെ വെറും ഒരു ഇമാജിനേഷൻ മാത്രമാണ്. ആ സെൻസർ എടുക്കാൻ പറ്റാത്തവർ കഥ കാണരുത്. ആസി, നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിനി വർക്കൗട്ട് ആവില്ല. നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. ഹലോ, എക്സ്ക്യൂസ് മീ, എന്താണ് സഹോ, മരിക്കാൻ പോവാണോ? താനാരാ? ഞാനൊരു വഴിപോക്കനാണേ. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. അല്ലല്ലോ. പിന്നെ ബ്രിഡ്ജിന്റെ മണ്ടേ കയറി ഐറ്റം ഡാൻസ് കളിക്കാൻ പോവാണോ? തനിക്ക് എന്താണോ വേണ്ടേ? ഒന്ന് സൗകര്യമായി മരിക്കാൻ സമ്മതിക്കില്ലേ? ഒന്നാമത് മനസ്സ് കൈവിട്ട് നിൽക്കുക, അതിന്റെ ഇടയിൽ കൂടെ താനോട് പ്രഷർ കൂട്ടാതെ. അതാണ് മനസ്സ്, അത് വലിയൊരു സംഭവമാണ്. അതൊന്ന് പാളിയ ഇമാതിരി ചിന്തയൊക്കെ തോന്നും, സ്വാഭാവിക. തന്റെ മൂഡ് ഓഫ് മാറ്റാൻ ഞാനൊരു പാട്ട് പാടട്ടെ? വേണ്ട, അന്ന് തന്നെ ഉറപ്പായും പാടും. நீலோத்தி ஒன்னப்புல லாந்திர நாலாத்தி ஆலாத்தி என் உசுருல ஏந்திர மூசாவ தேடி சங்கிட்ட துவாவும் செஞ்சு வணங்குன இருட்டறையில தான் இருந்தவன் வெளிச்சத்தை காட்டிய മൂമിനുമേനി. എങ്ങനുണ്ട് പാട്ട് കേട്ടിട്ട്? ഇപ്പൊ മരിക്കണ്ടെന്ന് തോന്നുന്നുണ്ടോ? എവിടുന്ന് ഇപ്പൊ തന്നെ എടുത്ത് ചാടിയാലോന്ന് ആലോചിക്കുക. അത്രയ്ക്ക് ബോറായിരുന്നു. പിന്നല്ലയോ, അത് ചുമ്മാ. എന്നിട്ടാണോ താൻ എന്നെ തന്നെ നോക്കിയിരുന്നേ? ആസ്വദിച്ചില്ലെന്നൊന്നും പറയണ്ട. അത് ഞാൻ വെറുതെ ഒരാളെ ഇങ്ങനെയൊക്കെ നോക്കൂ. എന്തേ ഒന്നും മിണ്ടാത്തെ? താനൊന്ന് പൊക്കേ. ഓ, ഇങ്ങേര് ഇപ്പൊ ശരിയാക്കി തരാം. അതൊക്കെ പോട്ടെ, തന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? അതെന്തിനാ താനറിയണേ? പറ സഹോ. ഉണ്ട്, ഉമ്മ. താൻ മരിച്ച തന്റെ ഉമ്മയ്ക്ക് നല്ല സന്തോഷമായിരിക്കും അല്ലേ? എന്തേ ഒന്നും മിണ്ടാത്തെ? ഒരു ചായ കുടിച്ചാലോ? ഇനി പറ, താൻ എന്തിനാ മരിക്കാൻ പോയേ? വിഷമങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ മനസ്സിന്റെ പകുതി ഭാരം കുറയുന്ന ശാസ്ത്രം. തന്നെ കേൾക്കാൻ ഞാനുണ്ട്, എന്നോട് പറഞ്ഞോളൂ. അതിന് താൻ ആരെന്ന് പോലും എനിക്ക് അറിയില്ലല്ലോ. അത് നല്ല കാര്യല്ലേ? അറിയാത്തോണ്ട് തന്റെ കരിഞ്ഞ് ആരോടും പറയാൻ പോണില്ല. പിന്നെന്താ പ്രശ്നം? അതൊന്നും ശരിയാവില്ല, താനൊന്ന് പോയിക്ക്. എന്നാ ഓക്കെ, താൻ പോയി ചത്തോ. പിന്നെ ചായക്കാശ് ഞാൻ കൊടുത്തോളാം. നമ്മ തമ്മി അതൊരു കടായി വെക്കണ്ട. സമാധാനമായി മരിച്ചോളൂ. എന്നാ ഞാൻ പോണു. നിൽക്ക്, പോവല്ലേ. ഞാൻ പറയാം, താൻ എന്നെ ജഡ്ജ് ചെയ്യരുത്. ഒരിക്കലുമില്ല. താൻ പറ. എനിക്കൊരു പെൺകുട്ടിയായി 2 വർഷമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇന്നവള് ബ്രേക്കപ്പ് പറഞ്ഞു. അതിന്റെ റീസൺ പോലും എനിക്കറിയില്ല. താനെന്തോന്നും മിണ്ടാത്ത? ബ്രേക്കപ്പായി സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ ഇപ്പൊ ഒരു ഫാഷനാ. അതുകൊണ്ട് സർപ്രൈസ് ആയില്ല. അല്ല സഹോ ആസിഫ്?
എന്റെ പേര് ആസിഫ് എന്നാ. ആ ഓക്കെ ആസിഫ്, ആ കുട്ടിക്ക് താൻ നല്ലൊരു ബോയ് ഫ്രണ്ട് ആയിരുന്നു. അതെ, അതിനെനിക്കൊരു സംശയമില്ല. 2 വർഷമായി ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു. അവളുടെ വീട്ടുകാരുടെ എതിർപ്പ് ഒഴിച്ച് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. എന്തെതിർപ്പ്? ഞാൻ മുസ്ലിമും അവള് ഹിന്ദുവാണ്. ചിലപ്പോ അതായിരിക്കും റീസൺ എങ്കിലോ? താൻ അവളോട് ചോദിക്കാതിരുന്നില്ലേ? അതിന് ബ്രേക്കപ്പ് പറഞ്ഞ ടൈമിന് ഞാൻ അവളോട് ചോദിച്ചത്, അവള് പറഞ്ഞില്ല. അവൾക്കെന്നെ മടുത്തു കാണും. പുതിയ ആരെങ്കിലും കിട്ടിക്കാണും. ഹേയ്, ഒരു കോയിന്റെ 2 വശങ്ങൾ അറിഞ്ഞതിന് ശേഷമേ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ പിന്നെ എന്താ? അവളുടെ പ്രശ്നം അവൾക്കല്ലേ അറിയൂ. നീ അവളോട് സംസാരിക്കേ, എന്നിട്ടൊരു തീരുമാനം എടുക്ക്. പല തെറ്റിദ്ധാരണകളും കോൺവെർസേഷനിലൂടെ പരിഹരിക്കാം. അല്ലാതെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇങ്ങനെ മരിക്കാൻ നിന്നാ എങ്ങനെ ശരിയാകും? തന്റെ അമ്മയോട് താൻ സംസാരിച്ചായിരുന്നോ? മരിച്ച അവരുടെ അവസ്ഥ എന്താന്ന് ചിന്തിച്ചു നോക്ക്, എന്നിട്ടൊരു തീരുമാനം എടുക്ക്. തന്റെ മൂഡ് ഓഫ് മാറ്റാൻ ഞാൻ ഒന്നുകൂടെ പാട്ട് പാടണോ? വേണ്ട. ഞാൻ പഠിക്കാണോ അതോ വർക്ക് ചെയ്യാണോ? ഞാനിപ്പോ MSc ഫൈനൽ ഇയറാ. താനോ? ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ആയിരുന്നു, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അതെന്താ, താൻ ഡ്രോപ്പ് ഔട്ട് ആയോ? ആകേണ്ടി വന്നു എന്ന് വേണേ പറയാം. പകുതി വഴിക്ക് എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. അത് വിട. സത്യം പറയാലോ, തന്നോട് സംസാരിച്ചിരിക്കാൻ നല്ല രസാട്ടോ. താങ്ക് യു. ഈ മൊമെന്റ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതിനു മുന്നൊന്നും കിട്ടാത്തൊരു ഫീൽ എനിക്കും. തന്നെ ഞാൻ മുന്നേ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഹേയ്, താനിങ്ങനെ സെഡാകാതെ നാളെ കൊണ്ട് ഭൂമി അവസാനിക്കൊന്നുമല്ലല്ലോ. നമുക്കിനി സമയമില്ലേ? എന്നത്താൻ ചെല്ലും. നാളെ വന്ന് അഭിപ്രായം പറഞ്ഞാ മതി. അല്ല, ഞാനിവിടെ തന്നെ കാണും, എങ്ങോട്ടും പോകൂല. തന്റെ വീട് ഇവിടെ അടുത്താണോ? ആ, കുറച്ച് പോകണം. ഇവിടെ ഒന്ന് കടല നോക്കി നിൽക്കാൻ നല്ല രസാ. അതാ ഞാൻ ഇവിടുന്ന് പോകാത്തെ. എനിവേ, താങ്ക്സ് ഫോർ അപ്രോച്ചിങ് മീ. ഹേയ്, താങ്ക്സ് ഒന്നും വേണ്ടടോ. ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തിട്ടുള്ളവർക്ക് അതേ തെറ്റ് ആവർത്തിക്കുന്നവരെ ഉപദേശിക്കാൻ പറ്റും. ലൈഫ് മൂവ്സ് ഫോർവേഡ് റിഗാർഡ്ലെസ് ഓഫ് ദി സിറ്റുവേഷൻ. അത് തരണം ചെയ്യേണ്ടത് നമ്മളാണ്. താൻ BTSന്റെ സോങ്സ് കേൾക്കാറുണ്ടോ? അവരുടെ ലൈഫ് ഗോസ് ഓൺ സോങ്ങില് അവർ ഇതാ പറയുന്നേ. താൻ ചെന്ന് അമ്മയോട് കുറച്ചു നേരം സംസാരിക്ക, എല്ലാം ശരിയാകും. മോനെ, ഇത്ര നേരം നീ എവിടെ ആയിരുന്നടാ? ഞാനും പേടിച്ചു പോയി നിന്നെ കാണാഞ്ഞിട്ട്. ഉമ്മ, എന്താടാ, എന്താ എന്റെ മോനെ പറ്റിയേ? ഇന്നലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. നിനക്ക് എന്തേലും എന്നോട് പറയാനുണ്ടോ? ഉമ്മ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെടാ. ഉമ്മ, ഞാൻ നല്ലൊരു മകനാണോ? നീ എന്തിനാ ഇങ്ങനൊക്കെ പറയണേ? നീ എന്റെ പൊന്നുമോനല്ലേടാ. അമ്മമാർക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ഇങ്ങനൊക്കെ ചിന്തിക്കാൻ ഇപ്പൊ എന്തുണ്ടായേ? ശ്രദ്ധ, അവള് ബ്രേക്കപ്പ് പറഞ്ഞുമ്മ. നിങ്ങൾ തമ്മിൽ അടിയായോ? ഇല്ല, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പിന്നെ അവൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തെന്ന് അറിഞ്ഞൂടാ. അവൾക്ക് ചിലപ്പോ അതിന്റേതായ റീസൺ കാണുമായിരിക്കും മോനെ. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണമെന്ന് വാശി പിടിക്കല്ലേ. എനിക്ക് ജീവിതം മതിയാക്കാൻ പോലും ഒരു നിമിഷം തോന്നിപ്പോയി ഉമ്മ. എന്താടാ പറഞ്ഞു? അപ്പൊ അതിനാണല്ലോ നീ ആ ബ്രിഡ്ജിന്റെ ഒക്കത്ത് കയറി നിന്ന്? ഉമ്മ എങ്ങനെ അറിഞ്ഞ? സുധിമാമ പറഞ്ഞു നിന്നെ അവിടെ വെച്ച് കണ്ടെന്ന്. ഞാനും അത് കാര്യമാക്കിയില്ല. എടാ മഹാപാപി, ജീവിതം അവസാനിപ്പിക്കാനും മാത്രം എന്താണ് ഇവിടെ ഉണ്ടായേ? നീ ഹറാം പറപ്പ് കാണിക്കുന്നതിന് മുമ്പ് എന്നെ പറ്റി ചിന്തിച്ചില്ലല്ലോടാ. ഉമ്മ, ഞാൻ ഇനി ഇങ്ങനൊന്നും ചെയ്യൂല, എന്നോട് ക്ഷമിക്കുമ്മ. നിന്നോട് ഞാനല്ലാതെ പിന്നെ ആരാണ് ക്ഷമിക്കുക? പടച്ചോന്റെ കാരുണ്യത്തില നിന്റെ മനസ്സെങ്ങാനും മാറിയില്ലായിരുന്നെ
എന്റെ പടച്ചോനെ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കുറച്ചു നേരത്തേന് എന്റെ കണ്ണും മനസ്സും കൈവിട്ടുപോയി. എന്നോട് ക്ഷമിക്ക്. ഇനി ഞാൻ ഇങ്ങനൊന്നും ചെയ്യൂല. എടാ, നിന്നെ ആർക്കും വേണ്ടേലും എനിക്ക് വേണോടാ. എന്റെ സ്വത്താ നീ. ആസി, നിന്നെ വേണ്ടാത്തവരെ നിനക്കും വേണ്ടട. ആരില്ലേലും എന്റെ പൊന്നുമോനെ ഞാൻ തള്ളി പറയില്ല. നീ ജീവനില്ലാതെ കിടക്കണ കണ്ട അന്നും നിലയ്ക്കും എന്റെ ശ്വാസം. പോട്ടെ, എല്ലാം കഴിഞ്ഞല്ലേ. നീ ചെന്ന് അവളെ കണ്ട് സംസാരിക്കും. പിന്നെ അഖില് നിന്നെ തിരക്കി വന്നായിരുന്നു. അവനെ കൂടെ ഒന്ന് ചെന്ന് കാണും. കുറച്ച് പിണക്കത്തിലാന്നാ തോന്നണേ നീ മിണ്ടാത്തേന്. ഹാ ഉമ്മ. തീർന്നാടാ നിന്റെ മൗനവാസം. സോറിടാ. ഡാ നാറി, ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ. എന്തേലും സങ്കടം വന്ന് ചാവാനാണേലേ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും കാണില്ല. അവൻ മരിക്കാൻ പോയേക്കുന്നു കേട്ടപ്പോ ഉണ്ടല്ലേ, ഒരെണ്ണം നിന്റെ ചെപ്പ നോക്കി പറഞ്ഞ തരാനെനിക്ക് തോന്നി. സോറിടാ, നീ എന്നെ പറ്റി ആലോചിച്ചില്ലല്ലോടാ. നീ പോയ പിന്നെ എനിക്ക് ആരടാ ഉള്ളേ. ആക്കി നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുമല്ല ആസി. എന്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ നിന്നോട് ചളി പറഞ്ഞ. നീ എന്നെ ഒറ്റയ്ക്കാക്കി എങ്ങോട്ട് പോവാൻ വേടാ തെണ്ടി. സോറിടാ. ഇമ്മാതിരി കന്നന്തരവെങ്ങാനും കാണിച്ചോണ്ടല്ലോ. ഇല്ല, ഞാൻ കാണിക്കൂല. ഞാനെന്നാ ശ്രദ്ധേനെ കണ്ട് സംസാരിച്ചിട്ട് വരാം. അവൾ എന്തു പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുമായി പോകണം. എനിക്ക് ഓർമ്മയുണ്ടടാ, ഞാൻ തെറ്റ് ആവർത്തിക്കില്ല. ഞാൻ പോയച്ചു വരാം. ശ്രദ്ധ. ആസി, നീ എന്തിവിടെ? അമ്മ താഴെയുണ്ട്. എന്നെ കണ്ടതാ. അമ്മയുടെ അനുവാദത്തോട് തന്നെയാ ഞാൻ മുകളിലേക്ക് വന്നേ. ശ്രദ്ധ, എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ. ദേവി ഇതത് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പൊക്കോളാം. ഒരിക്കലും ഒരു ശല്യായി വരൂല. ആസി, എനിക്ക് നീ ഒരിക്കലൊരു ശല്യല്ല. പിന്നെ എന്തിനാടി നീ എന്നെ വേണ്ടെന്ന് വെച്ചേ? നിനക്കറിയാലോ അച്ഛന്റെ കാര്യം. 2 വർഷമായി ഞാൻ ട്രൈ ചെയ്യുവാ നമ്മുടെ കാര്യം ഓക്കെ ആക്കാൻ. അച്ഛൻ വഴങ്ങുന്നില്ലടാ. എനിക്കിനി ഇത് താങ്ങാൻ വയ്യ. അവസാന നിമിഷം നിന്നെ കളഞ്ഞിട്ട് പോയാ നിനക്കത് താങ്ങിന്ന് വരില്ല. അത് നേരത്തെ ആകാന്ന് ഞാൻ കരുതി. നമ്മുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും സന്തോഷമായി അവസാനിക്കില്ല ആസി. എനിക്ക് ഭയങ്കര സന്തോഷമായോണ്ട് കുഴപ്പമില്ല. എനിക്കറിയാം. നിനക്ക് മാത്രല്ല, എനിക്ക് നല്ല സങ്കടമുണ്ട്. നിന്റെ കൂടെ ജീവിക്കാൻ തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. എന്നെ കെട്ടുന്നത് നീ അല്ലാതെ വേറൊരാളെ പോലും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ട് പോലും. എല്ലാം വിട്ടെറിഞ്ഞ് നിന്റെ കൂടെ വരാന്ന് തീരുമാനിച്ച എന്റെ അച്ഛൻ എന്റെ അമ്മയെ കൊന്നു കളയെന്നാ പറഞ്ഞു. ആ പാവം ഇതുവരെ ഒരുപാട് അനുഭവിച്ചതാ. ഇനി ഞാൻ കാരണം കൂടി ആ പാവത്തിനെ ഇല്ലാതാക്കാൻ വയ്യ. എന്നോട് ക്ഷമിക്കട്ടെ. ഹേയ്, സാരില്ലടി. പ്രേമിക്കുന്നവർക്ക് നീ ഒന്നാകണേ ഒരു ഭാഗ്യം വേണം. അത് നമുക്കില്ലാതെ പോയെന്ന് ഞാൻ കരുതിക്കോളാം. ഇതിൽ നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചതിന് സോറി. ഞാനല്ലേടാ നിന്നോട് സോറി പറയണ്ട. ഹേയ്, അതൊന്നും വേണ്ട. ഞാൻ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തു. ഇനി മൂവ് ഓൺ ആയിക്കോ. എന്തായാലും നേരത്തെ അത്രയും സങ്കടം എനിക്കിപ്പോ തോന്നുന്നില്ല. എന്തായാലും നീ ഹാപ്പി ആയിരിക്കെ, എനിക്കത് മതി. ഇപ്പൊ ഒരു കല്ലിറക്കി വെച്ച പോലുണ്ട്. ഞാൻ പോവാ. പിന്നെ ബ്രേക്കപ്പ് ആയെന്ന് കരുതി എന്നെ പാടെ മറക്കരുത്. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും. ഒരു നല്ല സുഹൃത്തായി. താങ്ക് യു ഡാ. ഹേ ജോഷുവ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി ഇന്ന് വരില്ലെന്ന്. എന്തായി പോയ കാര്യം? തന്നോട് എങ്ങനെ നന്ദി പറയണ്ടെന്ന് അറിയില്ലടോ. ഞാൻ എന്നെ സമീപിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. അത് ചിന്തിക്കാൻ പോലും വയ്യ. ഹേ ആസി, എന്നോട് എന്തിനാ നന്ദി പറയണം? എനിക്ക് തീരുമാനിച്ചത് നീയാ. വേണ്ടെന്ന് തീരുമാനിച്ചത് നീ തന്നെയാ. ഞാനൊരു നിമിത്തമായെന്ന് മാത്രമേ ഉള്ളൂ. എന്നോട് നന്ദിയൊന്നും പറയണ്ട. പിന്നെ ഇനി മരിക്കാൻ തോന്നുമ്പോ നമ്മളെ കാത്തിരിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്നവരുടെ മുഖം ആലോചിച്ചാ മതി. ജീവിതത്തിലെ ഒരു ചെറിയ തീരുമാനം കൊണ്ട് ഇല്ലാതാവുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ ലൈഫ്. മനസ്സ് പാളിപ്പോയാ പിന്നെ നമ്മളെ ചുറ്റുമുള്ളതൊന്നും നമ്മൾ മറന്നുപോകും. തെറ്റായ തീരുമാനം എടുത്തതിന് ശേഷം
അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമില്ല ആസി. തനിക്ക് പറഞ്ഞു തരാൻ പടച്ചോൻ അയച്ചൊരു വ്യക്തിയെ കണ്ടാൽ മതിയല്ലേ. പറഞ്ഞാലും തന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. നമുക്ക് ഫ്രണ്ട്സ് ആകാം. എനിക്കറിയാം നമ്മൾ കണ്ടുമുട്ടിയിട്ട് കുറച്ചേ ആകുന്നുള്ളൂ. ഒരുപക്ഷെ ശ്രദ്ധ എന്റെ ലൈഫിൽ ഇനി ഇല്ലെന്ന് ഓർത്തിട്ട് ആ അപാകത മറക്കാൻ എന്റെ മനസ്സ് തന്നെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ആണോ ഇതൊന്നും എനിക്കറിയില്ല. തന്നെ കാണുന്നതിന് മുൻപ് വരെ എനിക്ക് അവളില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കില്ലെന്നാണ് ഞാൻ കരുതിയത്. അവളോടെല്ലാം സംസാരിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ ഇപ്പൊ പിരിഞ്ഞു. എനിക്കിപ്പോ അതിന്റെ വിഷമം അധികമായി തോന്നുന്നില്ല. എന്തോ തന്നെ കണ്ടപ്പോ എനിക്ക് അറിയില്ല, ആദ്യമായിട്ടാ എനിക്കൊരു ആൺകുട്ടിയോട് അറ്റാച്ച്മെന്റ് തോന്നുന്നു. അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അത് വേണ്ട. എനിക്ക് ഞാൻ ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷകൾ തന്നിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. ഹേയ്, അങ്ങനൊന്നുമില്ല. ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. എനിക്കറിയാം. എന്നിരുന്നാലും ആസി, നിന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടേ അതിവിടെ വെച്ച് നീ മറന്നേക്ക്. അതാണ് നിനക്ക് നല്ലത്. നിനക്ക് താല്പര്യമില്ല, ഞാൻ ശല്യം ചെയ്യില്ല. എന്നെ പോലെ ആകണമെന്നില്ലല്ലോ നീ. ഒരിക്കലും ഞാൻ ഫോഴ്സ് ചെയ്യില്ല. അല്ലേലും നമ്മളെ കണ്ടുപിട്ടിട്ട് അധികം ആകുന്നില്ലല്ലോ ആസിഫ്. അതുകൊണ്ടൊന്നുമല്ല. നീ വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഞാൻ നിന്റെ കൂടെ ചെലവഴിച്ച വളരെ ചുരുങ്ങിയ സമയങ്ങൾ മാത്രമാണ്. പക്ഷെ അതെനിക്ക് വളരെ പ്രിയപ്പെട്ടതായി കഴിഞ്ഞു ആസി. പിന്നെന്താ നിനക്ക്? സ്റ്റാർട്ടിങ് ട്രബിൾ ആണോ? ആണേ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആകാം. അതിനെനിക്ക് സാധിക്കില്ല ആസി. ഇനി ഇതിന് ഉപകാരമായിട്ടാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരാമോ? എന്ത് ചോദ്യാടാ, എപ്പ ചെയ്തെന്ന് ചോദിച്ചാ പോരെ. ഇത് ഞാൻ എഴുതിയ കത്ത. ഇതെന്റെ അമ്മയെ ഏൽപ്പിക്കാവോ? എനിക്ക് അപ്പോഴേ തോന്നി എന്തേലും പ്രശ്നം കാണുമെന്ന്. എന്താ അമ്മയോട് പിണങ്ങി മാറി നിൽക്കുവാണോ? ആസി, ഇത് ഏൽപ്പിക്കാമോ? അതിനെന്താ, ഇതൊക്കെ നിസ്സാരല്ലേ, ഞാൻ കൊടുത്തോളാം. അല്ല, തന്റെ പ്രശ്നം പറഞ്ഞില്ലല്ലോ. അത് താൻ എന്റെ വീട്ടിൽ ചെന്ന് എന്റെ അമ്മയെ കാണുമ്പോ എല്ലാം മനസ്സിലാക്കും. അഡ്രസ് ഞാൻ പറഞ്ഞു തരാം. ചെല്ല, കുറെ സമയം അമ്മയെ ടെൻഷൻ അടിപ്പിക്കണ്ട. ഞാൻ എന്നാ നാളെ വരാം. പിന്നെ ഞാൻ പറഞ്ഞതിനെ പറ്റി ഒന്ന് ആലോചിക്ക് പ്ലീസ്. ഒരു ചാൻസ് താടോ. അതിനെപ്പറ്റി ആലോചിക്കാൻ എനിക്ക് സാധിക്കില്ല ആസി. നീ ഒന്ന് മനസ്സിലാക്ക്. അത് നീ ഇവിടെ വെച്ച് ഉപേക്ഷിച്ചേക്ക്. മൊട്ടിട്ട് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. നീ അത് മുളയിലെ നുള്ളിക്കളഞ്ഞല്ലോടാ മഹാഭാവി. എന്നാ ഞാൻ പോയേക്കുവാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ തീരുമാനം ഞാൻ മാറ്റിയെടുക്കുവാടാ ജോഷിക്കുട്ടാ. അഡ്രസ് കണ്ടിട്ട് ഇതാണ് വീടെന്ന് തോന്നുന്നു. ജോഷിയുടെ അമ്മയല്ലേ? അതെ. ഹായ് ആന്റി, ഞാൻ ആസിഫ്, ജോഷിയുടെ ഫ്രണ്ടാണ്. ഓ, കേറി വാ മോനെ. കുടിക്കാൻ എന്തേലും? ഹേയ്, അതൊന്നും വേണ്ട ആന്റി. അല്ല, മോനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അവനും ഇതുവരെ എന്നോട് ഇങ്ങനൊരു ഫ്രണ്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ആന്റിക്ക് എന്നെ അറിയാൻ വഴിയില്ല. അത് ഇത് ഇന്നലെയായിരുന്നു അവന്റെ 1ാം ചരമവാർഷികം. മോനെ അറിയാത്തോണ്ട് എനിക്ക് വിളിക്കാൻ സാധിച്ചില്ല. ജോഷ് മരിച്ചോ? അത് 1 year ആയി. മോനെ അറിഞ്ഞില്ലായിരുന്നു? സോറി ആന്റി, ഞാൻ നാട്ടിലില്ലായിരുന്നു, ഇപ്പോഴാ വന്നേ. എന്താ പറ്റിയ? സൂയിസൈഡ് ആയിരുന്നു. തെറ്റായ തീരുമാനം എടുത്തതിന് ശേഷം അത് വേണ്ടായിരുന്നു തോന്നിയിട്ട് കാര്യമില്ല ആസി. അവനൊരു പയ്യനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവന്റെ ജീവിതവും ജീവനും ഞാനും അവനും ചേർന്ന ഒരു കുഞ്ഞു ലോകമായിരുന്നു. എന്തിന് അവന് പറയത്തൊക്കെ ഒരു ഫ്രണ്ട് പോലും ഉണ്ടായിരുന്നില്ല. മോനെ പോലെ ഒരാൾ അവന്റെ കൂട്ടുകാരനായിരുന്നു എന്ന് അറിഞ്ഞപ്പോ ഈ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. മോനെ, അവനൊരു പാവായിരുന്നു മോനെ. അവൻ സ്നേഹിച്ച ആ പയ്യൻ ഇവനെ വേണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ മോന് സഹിക്കാൻ പറ്റിയില്ല. ആരും ദ്രോഹിക്കാൻ അവനറിയില്ല. അവൻ ദ്രോഹിച്ചിട്ടില്ല. അവന്റെ മനസ്സ് അത് താങ്ങാൻ പറ്റിയില്ല അവന്. ആന്റി, ഈ കത്ത് അവൻ തരാൻ ഏൽപ്പിച്ചതാ. തരാൻ വൈകിപ്പോയി. എന്നാ ഞാൻ ഇറങ്ങും. മോനെ, അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണോ? ഞാൻ അമ്മയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു.
അതേപോലെ അവനെ എന്റെ മനസ്സ് എന്റെ കൈ നിൽക്കുന്നില്ല അമ്മ. ഞാൻ ഇല്ലേലും എന്റെ അമ്മ ഹാപ്പി ആയിരിക്കണം. സങ്കടപ്പെട്ട അതെനിക്ക് സഹിക്കില്ല. ഈ വായിക്കുന്ന കത്ത് ഞാൻ മരിച്ചതിന് ശേഷം എന്റെ അമ്മയുടെ കൈ കിട്ടും. എന്നെ വെറുക്കല്ലേ അമ്മ. ജോഷ, താൻ എന്റെ അമ്മയെ കണ്ടല്ലേ? ജോഷു, തനിക്കിപ്പോ എന്നെ കണ്ടിട്ട് പേടി തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല. ആദ്യം പറയാന് താൻ ചിലപ്പോ പേടിക്കൂന്ന് ഓർത്തിട്ട. എന്തിനാണ് ഈ കടും കൈ ചെയ്ത്? എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ആസി. ഞാൻ പറഞ്ഞില്ലേ, തെറ്റായ തീരുമാനം എടുത്തതിന് ശേഷം അത് വേണ്ടായിരുന്നു തോന്നിയിട്ട് കാര്യമില്ല. ഇതുപോലെ പറഞ്ഞു തരാൻ അന്ന് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അതാ ഞാനിപ്പോ ഈ അവസ്ഥയിൽ നിൽക്കുന്ന. അമ്മയോട് അവസാനമായി 2 വാക്ക് സംസാരിക്കാൻ പോലും എനിക്ക് തോന്നിയില്ലല്ലോടാ. ഇതോർക്കുമ്പോ എനിക്ക് വലിയ വിഷമായിരുന്നു. അതാ ഞാനൊരു ആത്മാവായി ഇവിടെ ചുറ്റി നടന്ന്. ഇപ്പൊ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ആസി. അവസാനമായി എന്റെ അമ്മയോട് പറയാനുള്ളതെല്ലാം എനിക്ക് പറയാൻ പറ്റി. അതിന് ഞാൻ തന്നോട് നന്ദി പറയുന്നു. ജോഷോ, മരിച്ചു കഴിഞ്ഞിട്ടാണേലും പേരിന് എനിക്ക് പറയാനൊരു കൂട്ടുകാരനെ കിട്ടിയില്ലേ, അത് മതി. ഞാനിപ്പോ ഹാപ്പിയാ. നീ ഹാപ്പി ആയിരിക്കണം ആസിഫ്. ചുരുങ്ങിയ സമയമാണെങ്കിൽ ആ നിമിഷങ്ങളെല്ലാം എനിക്ക് വളരെ സ്പെഷ്യലായി തോന്നുക. അവസാനമായി എനിക്ക് മനസ്സറിഞ്ഞ് ഒന്ന് ചിരിക്കാൻ സാധിച്ചല്ലോ. താങ്ക്സ് ഫോർ എവരിതിങ്. അരികെ നിന്ന നിഴൽ പോലും ഇന്നു മറയുന്നു. ഇരുൾ പടരുമ്പോ മിഴി നിറയുന്നോ. കൺമുന്നിൽ ഈ ഭൂഗോളം മറുദിശ തിരിയുകയോ. ദിനരാത്രമെന്ന പടി ഞാൻ നടന്ന വഴി മുള്ളാൽ നിറയുകയോ. അകമേ തെളിഞ്ഞ ചെറുപൊൻ ചിറാകു പടുതിരിയായാളുകയോ. അടരാതി ചേർന്നു. രാഹുൽ അല്ലേ? അതെ, നിങ്ങളാരാ? തനിക്ക് ഒരു ജോഷ്യനെ അറിയോ? ഒന്ന് ആലോചിച്ചു നോക്ക്. തന്റെ ടൈം പാസ് റിലേഷൻഷിപ്പിലെ ഒരു ഇരയാ ജോഷ്വ ഡേവിസ്. ഞാൻ ആരായിരിക്കുമെന്നാണോ? ഞാൻ അവന് വേണ്ടപ്പെട്ട ഒരാളാ. മരിച്ചത് താൻ അറിഞ്ഞു കാണുമല്ലോ. അതും അറിയില്ലെന്ന് പറയരുത്. അറിഞ്ഞിരുന്നു. അത് ഞാൻ ഇങ്ങനൊക്കെ ആകുമെന്ന്. ഹേയ്, നിക്ക്. അവൻ മരിക്കുന്നതിന് മുൻപ് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരുന്നു. അത് പൂർത്തിയാക്കാൻ വന്നത്. എന്ത്? ഇത് നിനക്ക് കുറച്ച് നേരത്തെ കിട്ടേണ്ടതായിരുന്നു. വൈകിപ്പോയി. എന്നെ തപ്പി കണ്ടുപിടിക്കാൻ ടൈം എടുത്തു. നിനക്ക് ടൈം പാസ് ഉണ്ടാക്കാൻ മറ്റുള്ളവരുടെ ഫീലിങ്സ് വെച്ച് കളിച്ചിട്ടല്ലടാ. അത് ഞാൻ നിർത്തടാ. നിനക്ക് നീ സംസാരിക്കാൻ വോയിസ് ഇല്ല. എതിരെ നിൽക്കുന്നവള് സീരിയസ് ആണോ അല്ലയോന്ന് നോക്കിയിട്ട് വേണം ഇമാതിരി ചെറ്റത്തരം ചെയ്യാൻ. അല്ലെ ഒരുപാട് ജോഷുവമാർ ഇനിയും ഉണ്ടാകും. നിന്നോടൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. അവനെല്ലാം ഇരുന്ന് കാണുന്നുണ്ട്. കുറ്റബോധം തോന്നുവാണേ അവന്റെ കല്ലറ ചെന്ന് മാപ്പിരക്ക്. ചിലപ്പോ അവൻ നിന്നോട് ക്ഷമിച്ചേക്കും. പോട്ടേടാ. ചുരുങ്ങിയ സമയം മാത്രം കണ്ടുമുട്ടി പിരിഞ്ഞവരാണ് നമ്മൾ. ആദ്യമായിട്ട് മരിച്ചതിന് ശേഷമായ ആളെ കണ്ട് കൂട്ടുകൂടുന്നേ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ജോഷുവ. നമ്മൾ ലൈഫിൽ പല ഘട്ടത്തിൽ പലരെയും കണ്ടുമുട്ടും. അവർ പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ടവരാകും. എന്നാൽ അവരെല്ലാം അവസാനം വരെ കൂടെ കാണണമെന്നില്ല. അതിനുവേണ്ടി നമ്മൾ വാശി പിടിക്കരുത്. നീ പറഞ്ഞതുപോലെ ജീവിതം ഒരു കടലാണ്. അതിന്റെ ഒഴുക്കിനനുസരിച്ച് നമ്മൾ നീക്കൊണ്ടേയിരിക്കണം. സന്തോഷവും സങ്കടവും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. എപ്പോഴും സന്തോഷവാനായിരിക്കാൻ ആർക്കും കഴിയില്ല. ദുഃഖങ്ങൾ നമ്മെ തേടി വരും.
അതെങ്ങനെ തരണം ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അതെനിക്ക് മനസ്സിലാക്കി തന്നത് നീയാണ് ജോഷുവ. നിന്റെ അമ്മയ്ക്ക് എന്നും ഞാനൊരു താങ്ങും തണലായി ഉണ്ടാകും, ഒരു മകനെ പോലെ. അള്ളാഹു നിന്റെ ഖബർ വിശാലമാക്കട്ടെ. ആമേൻ.